ഏതെങ്കിലും ഒരു ടീം ആദ്യം പോയി കയറ്റി അങ്ങോട്ട് ഹോസ്പിറ്റലിൽ കിടക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ആദ്യം കൊടുക്കുന്ന ആ ടീമിനാണല്ലോ ഒരു ഒരു സാധ്യത, കേസിന് നല്ല ബലം കിട്ടാൻ വേണ്ടി. പിന്നെ അങ്ങനെ കോംപ്രമൈസും കാര്യങ്ങളും ഒക്കെ ആക്കുന്ന ഒരു. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുതിയൊരു കേസുമായിട്ട് നമ്മുടെ ഷിയാസ് അണ്ണൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് മൂപ്പരെ കാണാനില്ലായിരുന്നു. ഇത്തവണ കേസിനൊരു വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ ഷിയാസിനെതിരെ കേസ് കൊടുത്തിട്ടുള്ള വ്യക്തിക്ക് എതിരെ തന്നെ മൂപ്പരും ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുത്തു നിൽക്കുകയാണ് ഇവർ രണ്ടുപേരും. ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ പണ്ടൊരു പരിപാടി നടക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയെങ്കിലും ഈ ഈ ആഘോഷങ്ങൾ, ഇങ്ങനെ ഉത്സവത്തിനോ അങ്ങനത്തെ പരിപാടിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കും, ഈ ഗാനമേളക്ക് അങ്ങനെയുള്ള ഇതിൻ്റെ കിടക്കും. അപ്പോൾ അത് പ്രശ്നമാകുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു ടീം ആദ്യം പോയി കയറ്റി അങ്ങോട്ട് ഹോസ്പിറ്റലിൽ കിടക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ആദ്യം കൊടുക്കുന്ന ആ ടീമിനാണല്ലോ ഒരു ഒരു സാധ്യത, കേസിന് നല്ല ബലം കിട്ടാൻ വേണ്ടി. പിന്നെ അങ്ങനെ കോംപ്രമൈസും കാര്യങ്ങളും ഒക്കെ ആക്കുന്ന ഒരു പരിപാടി. അത് പണ്ട് തൊട്ടേ ഈ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഉള്ള ഒരു ഈ അടിപിടി പരിപാടിക്ക് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു മെത്തേഡാണോ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്കറിയില്ല ആരുടെ ഭാഗത്താണ് ശരിയായിട്ടുള്ള ന്യായം ഉള്ളത് എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കേസിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. 25 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നും പണം തിരികെ ചോദിച്ചപ്പോൾ നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് യുവതിയുടെ മൊഴി. നവമി വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഷിയാസ് ഇന്നലെ നവമിയോട് സംസാരിച്ചിരുന്നു. ഇത് തനിക്കെതിരെയുള്ള ഒരു ട്രാപ്പാണ് എന്നാണ് ഷിയാസ് പറഞ്ഞത്. താൻ നൽകിയ കേസിന് കൗണ്ടറായി കൊടുത്തത് മാത്രമാണ്, തെളിവുകളൊന്നുമില്ല. തന്റെ പണമാണ് ഈ യുവതി തട്ടിയെടുത്തതെന്ന് എന്ന് മറ്റുമാണ് ഷിയാസ് പറയുകയും മറ്റും ചെയ്തത്. ഇപ്പോൾ അപമാനിച്ചു, അതുപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നൊക്കെയുള്ള പേരിലാണ് ഷിയാസ് കരീമിനെതിരായിട്ട് ഈ യുവതി ഇപ്പോൾ കേസ് കൊടുത്തിട്ടുള്ളത്. പാലാരിവട്ടത്താണ് ഇവരിപ്പോൾ നിലവിൽ കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരിപാടി നടന്നിട്ടുള്ളത് കോഴിക്കോട് വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ കേസ് കോഴിക്കോട് ചേവായൂർ പോലീസിനൊക്കെ കൈമാറിയിരിക്കുകയാണ്. പിന്നെ ഇവൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ യുവതി എന്ന് പറയുന്ന വ്യക്തി ഇവൻ്റെ ഉമ്മയുടെ ഒരു സുഹൃത്തൊക്കെയാണ്. അപ്പോൾ കല്യാണത്തിനൊക്കെ ഇവരുടെ ഷിയാസിൻ്റെ കല്യാണത്തിനൊക്കെ ഇവർ കൂടെ ഉണ്ടായിരുന്നു. ഉമ്മയും അതുപോലെ തന്നെ സഹോദരിയുമൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമുള്ള ആളാണ്. അങ്ങനെയാണ് ഈ ബിസിനസ് പരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ആണ് ഈ പണമിടപാടൊക്കെ നടക്കുന്നതാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഇത് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഇവൻ്റെ ഉമ്മേൻ്റെ പ്രായമുള്ള ആളാണ്. ഇവന് തന്നെ ഒരു 30 വയസ്സിൻ്റെ മേലെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു 30 വയസ്സുള്ള ഒരാൾക്ക് മിനിമം ഒരു 50 വയസ്സിൻ്റെ മേലെ പ്രായമുള്ള ഒരാളായിരിക്കില്ല ഉമ്മ എന്നൊക്കെ പറയുന്നത്. ഒരു 50 വയസ്സിൽ പ്രായമുള്ള ഒരാളെ എങ്ങനെയാണ് യുവതി എന്ന് വിളിക്കുക എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ പുതിയതായിട്ടുള്ള യുവതിയെ ഇവൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഇവൻ പൈസക്ക് വേണ്ടി കയറ്റി ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ നഗ്ന ദൃശ്യങ്ങളൊക്കെ വ്യാപിപ്പിക്കും, സോഷ്യൽ മീഡിയയിലൊക്കെ പരത്തും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടാണ് ഈ പാലാരിവട്ടത്ത് യുവതി കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് കോഴിക്കോട് വെച്ചിട്ടാണെന്നാണ് പറഞ്ഞല്ലോ. അപ്പോൾ കോഴിക്കോട് പോലീസാണ് ഇപ്പം നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. പിന്നെ ഇതിനെതിരായിട്ട് ഇവൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത്, ഷിയാസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത് പെരുമ്പാവൂരിലാണ്. പെരുമ്പാവൂരിൽ ഇവൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത് ഇവനെ ഇങ്ങോട്ട് ഇവർ ഭീഷണിപ്പെടുത്തുന്നു, സാമ്പത്തികമായിട്ടുള്ള എന്തിൻ്റെയൊക്കെ പേരിൽ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു, ഇവൻ്റെ ഉമ്മൻ്റെ പ്രായമുള്ള ആളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിട്ട് എങ്ങനെയാണ് ഈ രീതിയിലുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെടുക എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം കേസ് കൊടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ആര് പറയുന്നത് വിശ്വസിക്കണം എന്നുള്ളത് അറിയില്ല. നമുക്കിപ്പോൾ ആരെയും അങ്ങനെ എന്താ മുൻകൂട്ടി ഇയാളാണ് തെറ്റുകാരൻ അല്ലെങ്കിൽ ഇവരായിരിക്കും തെറ്റുകാരി എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. കേസ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുന്ന വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റും. ഇപ്പം മുന്നേ ഷിയാസ് അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവനെതിരെ എങ്ങനെ കുറേ ആരോപണങ്ങളുണ്ട്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള അസംഷനിലേക്കൊക്കെ എത്തുന്ന ആളുകൾക്ക് എത്താം. ഞാനതൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. ഈ യുവതി പാലാരിവട്ടം സ്വദേശിയാണ്. പക്ഷെ ഈ സംഭവം നടന്നത്, ഈ ലൈംഗിക അതിക്രമം ഒക്കെ നടന്നു എന്ന് പറയുന്നത് കോഴിക്കോട് ഹോട്ടലിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഇടയിൽ കൂടി എന്താണെന്ന് വെച്ചാൽ, ഈ ഷിയാസിന്റെ ഭാര്യയുടെ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ വെച്ചാൽ ഭാര്യയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഭർത്താവാണല്ലോ കൂടെ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ കോടതിയിലും അതുപോലെ തന്നെ ഈ പോലീസ് സ്റ്റേഷനിലൊന്നും ഹാജരാകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, സ്വാഭാവികം. കാരണം ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഭർത്താവിന് തീർച്ചയായിട്ടും കൂടെ നിൽക്കേണ്ടതായിട്ട് വരും. പണം, ബിസിനസ് തട്ടിപ്പ്, ലൈംഗികാരോപണം എല്ലാം കൂടി കുഴഞ്ഞു കിടക്കുന്ന കുറേ ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു കേസാണ് നിലവിലുള്ളത്. ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് വരും ദിവസങ്ങൾ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ബൈ.